സ്റ്റവ് എങ്ങനെ ഓഫ് ചെയ്യുന്നേ? ഈ സ്റ്റവ് എങ്ങനെ ഓഫ് ചെയ്യുന്നേ? ഇവിടെ ഞാൻ ഓടുമ്പം അതിൻ്റെ സൂപ്പർ. സുട്ടു, അഞ്ജലി ഉണ്ടാക്കാം. അല്ല, എല്ലുങ്കപ്പ ഇടാം. കപ്പ ബിരിയാണിക്ക് ഇറച്ചിടും, എല്ലുങ്കപ്പയ്ക്ക് എല്ലിടും. ഓക്കെ, നമ്മൾ എല്ല് ഉപ്പും ഇഞ്ചിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ശരിക്കും വേണം. ഉപ്പും ഇഞ്ചിയും ഇത് മീറ്റ് മസാല. മീറ്റ് മസാല കുറച്ചധികം വേണം. ഇത് പച്ചക്കളർ റെഡി. മല്ലിപ്പൊടി അത്, ഇത് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി. ഇത് കാശ്മീരി ആയതുകൊണ്ട് ഒത്തിരി എരിവൊന്നുമില്ല. മസാല ഇട്ട് നമ്മൾ എല്ല് വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് മുളകുത്തികളാണ്. വിദ്യ ഇഷ്ടമുള്ള കണക്ക് ഇത് ജീരകമല്ല, ജീരകത്തിന്റെ ചേച്ചിയാണ്. ഈ പൊടി എന്തിന്? അല്ലാണ്ട് മൊത്തത്തിലിടാൻ പാടില്ല. ഇത് വേണമെങ്കിൽ പൊടി ഇപ്പോൾ ചൂടാക്കി അതിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെയും ചെയ്യും. ഞാൻ ഇറച്ചി അല്ലെങ്കിൽ അതൊക്കെ വേവിച്ചതിന് ശേഷം ഇങ്ങനെ പൊടി വറുത്തെടുക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. എല്ലാവരും എല്ലുങ്കപ്പ ഉണ്ടാക്കിയാലും എല്ലാ എല്ലുങ്കപ്പയും ഒരു ടേസ്റ്റാണ്. അവരുടേതായ ഓരോ ചിറ്റി ഉണ്ടാക്കുന്നതൊക്കെ ഒരു പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ എനിക്ക് കിട്ടുന്നതൊക്കെ സാധനം കഴിച്ചാൽ ഞാൻ ഇച്ചിരിയും കൂടി ഡിഫറെൻ്റ് ആക്കി ചെയ്യും. ചിലപ്പോൾ ഇന്നുള്ള സാധനം നാളെ കാണണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യാൻ പഠിക്കണം. അപ്പം നല്ല ടേസ്റ്റോട് കൂടി ചെയ്യാൻ കഴിഞ്ഞാണ് കൊണ്ടുപിടിക്കുക. ഇത് മസാല മാത്രം ഇട്ട് വെച്ചാൽ മസാല. അയ്യോ, എത്ര പൊടി ഇട്ടു? മഞ്ഞൾ, മല്ലി, മുളക്. ഈ ഇടുന്ന അളവിനും വ്യത്യാസമൊക്കെ ഉണ്ട്. അത് പറഞ്ഞതാ. മല്ലിപ്പൊടി 2 സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ മതി. മല്ലിപ്പൊടി 2 സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ. അത്രയും മഞ്ഞൾപ്പൊടി വേണോ? വേണ്ട. അപ്പൊ 1/4 ടീസ്പൂൺ. മീറ്റ് മസാല എന്തോരം? പാക്കറ്റ് മൊത്തം ഇട്ടാലോ? ഇത് ഞാൻ
ടേസ്റ്റ് കുറവെന്ന് പറഞ്ഞു. അയ്യോ ഒന്നും മണത്തില്ല. തിരിച്ചു അതിന് ഞാൻ തിരിച്ചെടുക്കും. ഉപ്പിട്ടില്ല. ഇതിനകത്ത് ഉപ്പിട്ടല്ലേ വേവിച്ചത്. എവിടെ പോയി? ഈ സമയം നമുക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർക്കാതെ എന്തെങ്കിലും ലൂസായിട്ടാണോ ശരിക്കും ഒത്തിരി തിക്കില്ല, ഒരു മീഡിയം. ഒത്തിരി ലൂസാക്കരുത്. നല്ല കളർ കൂടി കാശ്മീരി ചില്ലി പൗഡറിന്റെ കളർ ഉണ്ട്. അല്ല ഒരു സംശയം, ഇതെന്തിനാ ഇത് ഉണ്ടാക്കാം? തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് കപ്പിട്ടിട്ട് ഇളക്കണം. ഫോൺ കറക്കാത്ത ചടിപ്പൊന്നും പറയരുതേ. കറി വെച്ചാലും മല്ലിയില മല്ലിയില മല്ലിയില. എന്ത് കറി വെച്ചാലും ഇടുന്നതിന് പതിനെ കുഴപ്പം. ആ മല്ലിപ്പൊടി ഇട്ടില്ലേ, പിന്നെ ഇതിന് മല്ലിയില. മല്ലിക്ക് കിട്ടൂടി. നീ തിന്നണ്ട. നീ എന്നെ കളിയാക്കുന്നല്ല. നീ തിന്നണ്ട. എന്തെങ്കിലും ഇട്ടാ മതി. ഇതേ വേണ്ട. ഇങ്ങനെ എടുത്തിട്ട് മതി, അത്ര മതി. ചോറിന്റെ കൂടെ ഇട്ട് കഴിക്കാം. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, കപ്പയുടെ ഒക്കെ കൂടെ ചുമ്മാ എടുത്ത് ഈ കറി കൂട്ടി കഴിച്ചു. തിളച്ച ശരിക്കും മസാല പിടിക്കട്ടെ. മസാല അത് ശരി. കപ്പ രണ്ടായിട്ട് അപ്പൊ കപ്പയ്ക്ക് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഇപ്പൊ എല്ലി വേവിക്കുമ്പോ തന്നെ ഇച്ചിരി കൂടി ഉപ്പിട്ടാണ് വേവിച്ചു പോയില്ലേ. അതിനകത്ത് ഉറപ്പുണ്ടല്ലോ. കപ്പയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇതിന്റെ അതിന്റെ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിന് ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ഇച്ചിരി ഉപ്പ് ഇടുന്നതിന് പറ്റില്ല. മനസ്സിലായില്ലെങ്കിൽ സ്ലായിലോട് ചോദിക്കാം. അപ്പൊ കപ്പയ്ക്ക് ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എല്ലിന് ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു. കപ്പ് ഉണ്ടാക്കി തീർന്നതിന് മുന്നേ അതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്യും. എനിക്കും തരണം. കപ്പയാണോ? അമ്മയാണോ കൂപ്പറ? കപ്പയാണോ കൂപ്പറ?
ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസ് ആകരുത്. ഇത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആവും കപ്പേ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത പീസാവും. പെപ്പർ പൗഡർ, മലയാളത്തിൽ കുരുമുളക് പൊടി. ഇതുപോലെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? ചുമ്മാ ചോദിച്ചല്ലേ എന്റെ പൊന്നോ. ആ എന്നാണ്? ആ ആ ആ ആ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. എന്തിന് ചെയ്യുമ്പോ എന്തിനാന്ന് പറയണം. പച്ച വെളിച്ചെണ്ണ അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ലതാണ്, നല്ലതാണ്, നല്ല ഫ്ലേവർ കിട്ടും. അപ്പൊ എല്ലാ കറിക്കും ലാസ്റ്റ് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കി സെറ്റ് കഴിയും. ഓക്കെ. അതിലൂടെ ഒക്കെ ലാസ്റ്റ് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. സാമ്പാറിന് ഒഴിക്കാവോ? എല്ലാത്തിനും ഒഴിക്കാം. ചിക്കൻ 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 എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും. ഓക്കെ ശരി. ഓക്കെ നമുക്ക് എല്ലാവരും വേണം. കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ എല്ലും കപ്പ. എടുക്കും. നല്ലതാണോടി? அத்துடன் மனித சமுதாயத்தின் இறுதி பலியாக நம்மை பலியிடப் போகும் திட்டத்தில் மனித சாயலாக கன்னியின் வயிற்றில் உற்பத்தியாகி இந்த தேசிய ராஜா தேசம் இருக்கும்போது பாவ மன்னிப்பு சென்று மனம் திரும்புதலுக்கு என்ற ஞானம்